എനിക്കൊന്ന് കൊച്ചിലേ തൊട്ട് എന്റെ അമ്മയാണ് ശരിക്കും വീട്ടില് പാട്ട് പാടുന്നത്. അമ്മ പാടില്ല. അമ്മ പാടും. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ എല്ലാരെയും പാട്ട് പഠിപ്പിക്കാനോ അതിന്റെ ഫോർമൽ ആയിട്ടുള്ള ട്രെയിനിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അമ്മയും എന്റെ വീട്ടിലെ അപ്പൂപ്പനും ഒക്കെ ഞാൻ പാടും എന്നുള്ളത് കുഞ്ഞിലെ എന്നെ തിരിച്ചറിഞ്ഞ് അങ്ങനെ ചെറിയ പാട്ടുകൾ പഠിപ്പിക്കാനും പാട്ട് ക്ലാസ്സിന് കർണാട്ടിക് മ്യൂസിക്. ഏത് വയസ്സിലായിരുന്നു പാട്ട്? എനിക്കൊന്ന് പാട്ട് പഠിക്കാൻ ചേർത്ത് ഒരു 3-ാം ക്ലാസ് ആ ഒരു ടൈമിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ എന്റെ ആലപ്പുഴ വിധു സാറിന്റെ അടുത്താണ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 10th വരെ പാട്ട് പഠിക്കലും ഇങ്ങനെ യുവജനോത്സവത്തിന് പോകല്, അങ്ങനത്തെ ഗന്ധർവ സംഗീതം, അങ്ങനത്തെ കുറെ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് എഞ്ചിനീയറിംഗിനൊക്കെ പോയി. അപ്പൊ കുറച്ചൊരു ബ്രേക്ക് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോബായി. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാള് IT ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എനിക്ക് ചെന്നൈ പോയി കഴിഞ്ഞിട്ടാണ് മ്യൂസിക് മെയിൻ ആയിട്ട് എടുക്കണം എന്നുള്ള പ്രൊഫഷനൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നത് ചെന്നൈ പോയിട്ട് ആ ഒരു സമയത്താണ്. അതിന് മുന്നേ തന്നെ ആക്ച്വലി ഞാൻ റിയാലിറ്റി ഷോസിലൊക്കെ അമൃത സൂപ്പർ സ്റ്റാറിന്റെ ഒക്കെ ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് 2014 അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ പിന്നെയാണ് മെയിൻ ആയിട്ട് എടുക്കുന്നതും അങ്ങനെ അതിനു വേണ്ടി പരിശ്രമിക്കുന്നതും.